Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perumba, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകളിലേക്ക്. പഴയങ്ങാടിയിൽ മാലിന്യ കൂമ്പാരം, പകർച്ചവ്യാധി ഭീഷണിയിൽ നാട്ടുകാർ. മാടായി ഗ്രാമപഞ്ചായത്തിലെ പഴയങ്ങാടി പ്രതിഭ ടാക്കീസിന് സമീപം മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാകുന്നു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പറമ്പിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയിരിക്കുന്നത്. നാടെങ്ങും ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുമ്പോഴാണ് ഇവിടെ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്. മഴ ശക്തമായതോടെ പ്രദേശത്ത് ചെളിവെള്ളം കെട്ടിക്കിടക്കുകയാണ്. സമീപത്തെ സ്വകാര്യ ക്വാർട്ടേഴ്സുകളിൽ നിന്ന് ഉൾപ്പെടെ മാലിന്യങ്ങൾ ഇവിടെ വലിച്ചെറിയുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. സമീപം ഭയങ്കരമായിട്ട് മാലിന്യങ്ങൾ എനിക്കൊരു നിൽക്കാതിരിക്കാൻ കഴിയില്ല. മാനത്തിൽ മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു പാട്ടപ്പൊടിയും കുറച്ച് കച്ചറയും ഉണ്ട് ഒരുപാട്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. നമുക്ക് നല്ല വൃത്തിക്കുള്ള ഭക്ഷണവും നല്ല വൃത്തിക്ക് ജീവിക്കും പൊതുവരിക്കാതെ നിൽക്കുമ്പോൾ നമ്മളെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ ഇവർ അണ്ണന്മാർ ഇങ്ങനെ കണ്ടമാണ് സാധനം. അതുപോലെ ലോക കച്ചറ എന്തിനാന്ന് ചെയ്യുക. നമുക്കിപ്പോ നിങ്ങളോട് പറയാം, നെറ്റിൽ പറഞ്ഞത്. മാലിന്യ കൂമ്പാരത്തിൽ നിന്നുള്ള അസഹ്യമായ ദുർഗന്ധം കാരണം ഇതുവഴി സഞ്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കൊതുക് ശല്യത്തിനൊപ്പം ഇഴജന്തുക്കളുടെ ശല്യവും വർദ്ധിച്ചതോടെ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലാണെന്ന് നാട്ടുകാർ പറയുന്നു. മാലിന്യമുക്ത നാടിനായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പഴയങ്ങാടിയിലെ ഈ പ്രദേശത്ത് മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ നടപടിയില്ലെന്നാണ് ആക്ഷേപം. മാടായി ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ശുചിത്വ മിഷനും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാലിന്യം എത്രയും വേഗം നീക്കം ചെയ്ത് പ്രദേശം ശുചീകരിക്കണമെന്നും ഇവിടെ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ നാശം വിതച്ച ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരിയിലെയും രാജഗിരിയിലെയും പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് LDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് സ്ഥലം MLAയുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലിലും ഉരുൾപൊട്ടലിലും നാശം വിതച്ച ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരിയിലെയും രാജഗിരിയിലെയും പ്രശ്നങ്ങൾ സമഗ്രമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് LDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതുവരെയില്ലാത്ത പ്രകൃതി ദുരന്തമാണ് പ്രദേശത്തുണ്ടായത്. 119 വീടുകൾ താമസയോഗ്യമല്ലാത്ത വിധം നശിച്ചു. 15 എണ്ണത്തിൽ കല്ലും മണ്ണും ചെളിയും നിറഞ്ഞു. 4 വീടുകൾ തീരെ ഇല്ലാതായി. ഗ്രാമീണ റോഡുകൾ മുഴുവനും തകർച്ചയിലാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് സ്ഥലം MLAയുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും നാഥനില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും രക്ഷാപ്രവർത്തനത്തിന് ഉദ്യോഗസ്ഥർ എത്താത്ത പ്രദേശങ്ങളുണ്ടെന്നും DYFI യൂത്ത് ബ്രിഗേഡാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും മീന്തുള്ളിപ്പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരണപ്പെട്ട തിരുവനന്തപുരത്തെ രാജേഷിന്റെ മൃതദേഹത്തോട് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാദരവ് നാടിന് തന്നെ അപമാനമുണ്ടാക്കിയെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും ഇതിനിടയിൽ രാജേഷിന്റെ കുടുംബത്തെ സഹായിക്കാനെന്ന പേരിൽ പിരിവ് നടത്തിയ കോൺഗ്രസ് നേതാവായ ചെറുപുഴ പഞ്ചായത്ത് അംഗത്തിനെതിരെ നടപടിയെടുക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും പഞ്ചായത്ത് അംഗത്വം രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ LDF സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു.
ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായ 9ാം വാർഡായ ജോസ്ഗിരിയിലെ കർഷകരുടെ കടം എഴുതിത്തള്ളുകയും മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്നും ഉരുൾപൊട്ടലിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ട മുഴുവൻ കർഷകർക്കും സ്ഥലത്തിന്റെ മാർക്കറ്റ് വില കണക്കാക്കി നൽകി സംരക്ഷിക്കണമെന്നും പ്രദേശത്തിന് നാശം വിതക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു വരുന്ന ക്വാറി അടിയന്തരമായും നിർത്തലാക്കണമെന്നും റോഡുകൾ പുനരുദ്ധീകരിക്കണമെന്നും LDF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. TI മധുസൂദനൻ, C സത്യപാലൻ, V ബാലൻ, P ശശിധരൻ, KK ജോയ്, ജോയ്സ് പുത്തൻപുരയ്ക്കൽ, KM ഷാജി, P ജയൻ, OT സുജേഷ്, അത്തായി വിജയൻ, R ചന്ദ്രകാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പകർച്ചപ്പനി പടർന്നു പിടിക്കുമ്പോൾ രോഗികൾ ദുരിതത്തിലാവുകയാണ്. കരിവള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ രാത്രികാലത്ത് ഡോക്ടറില്ല. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാലത്തെ ഡോക്ടറുടെ സേവനം ആവശ്യമില്ല എന്ന നിയമവും രോഗികൾക്ക് പുലിവാലാവുകയാണ്. കെട്ടിടമുണ്ട്, ആവശ്യത്തിന് മനോഹരങ്ങളായ കിടക്കകളുമുണ്ട്. പക്ഷേ കിടത്തി ചികിത്സ ഇവിടെ അനുവദനീയമല്ല. ഇതാണ് കരിവള്ളൂർ ഗവൺമെന്റ് ആശുപത്രിയുടെ അവസ്ഥ. കിടത്തി ചികിത്സ അനുവദിക്കണമെങ്കിൽ ഒന്നുകിൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന പദവി എടുത്തു മാറ്റണം, അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയായി പദവി ഉയർത്തണം. രണ്ടും ഉടനെയൊന്നും നടക്കാത്ത കാലമായതിനാൽ രോഗികൾ കഷ്ടപ്പെടുക തന്നെ വേണം. പകർച്ചപ്പനി പടർന്നു പിടിക്കുകയാണ്. കരിവെള്ളൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സാധാരണക്കാർക്ക് ഏക ആശ്രയമാണ് ഈ ആശുപത്രി. രാത്രികാലത്ത് രോഗം വന്നാൽ പയ്യന്നൂരിലേക്ക് പോകണമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഒരിക്കൽ പോസ്റ്റ്മോർട്ടം പോലും നടത്തിയിരുന്ന ആശുപത്രിയുടെ പുതിയ കാലത്തെ സ്ഥിതി ദയനീയമാണ്. അതാകട്ടെ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ് എന്നതിലാണ് പ്രശ്നം ഗുരുതരമായി മാറുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. സംസ്ഥാന സബ് ജൂനിയർ സെബക് താക്രോ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തുടങ്ങി. 13 ജില്ലകളിൽ നിന്നെത്തിയ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പ് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. കേരള സെബക് താക്രോ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സംസ്ഥാന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ ടീം ഇവന്റ്, രഘു ഇവന്റ് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സന്ദീപ് വാര്യർ MLA നിർവഹിച്ചു. എന്റെ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഈ ഇനത്തിനുണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. തൃക്കരിപ്പൂരിനെ പൊതുവെ അടയാളപ്പെടുത്തുന്നത് ഫുട്ബോളിൻ്റെ ഒരു സ്ഥലമായിട്ട്. ഫുട്ബോളിന് പ്രശസ്തമായിട്ടുള്ള ഒരു ഭൂമിയാണ് തൃക്കരിപ്പൂർ. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു ഈ സെബക് ത്രോണുമായി ബന്ധപ്പെട്ടുള്ള ദേശീയ ടീമിൽ തൃക്കരിപ്പൂരിൽ നിന്നുള്ള രംഗം അതെ ശ്രേയ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു കുട്ടി കളിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും അത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷത വഹിച്ചു. സെബക് താക്രോ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK അയൂബ് പതാക ഉയർത്തി. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C സുനിൽകുമാർ, സംസ്ഥാന സെക്രട്ടറി KV ബാബു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മനു, ഗ്രാമപഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ P രഘുനാഥ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ K മധുസൂദനൻ, PP അശോകൻ, സെന്റ് പോൾസ് സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ, ശബരിദാസ് ബാലൻ, KV ബിജു, M മോഹനൻ, K പ്രേംകൃഷ്ണൻ, VP പവിത്രൻ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി കായിക താരങ്ങളും കായിക സംഘാടകരും ജനപ്രതിനിധികളും ചേർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തി മിഷൻ കാസർഗോഡ് കോർഡിനേറ്റർ KM സ്നേഹ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിവിധ ജില്ലകളിൽ നിന്നായി 400-ൽ പരം കായിക താരങ്ങളും ഒഫീഷ്യൽസും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തെ അട്ടിമറിക്കാൻ UDF സർക്കാർ ഉത്തരവ് പുറത്തിറക്കി എന്നാരോപിച്ച് സഹകരണ മേഖലയിലെ ജീവനക്കാർ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ ഉത്തരവിന്റെ കോപ്പി കത്തിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ നേതൃത്വത്തിലാണ് തൃക്കരിപ്പൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി ക്ലോക്ക് ടവർ പരിസരത്ത് സമാപിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ മുൻ സംസ്ഥാന സെക്രട്ടറി EV ഗണേശൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നാളിതുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു തീരുമാനം
സാധാരണ ജനങ്ങൾക്ക് ബാങ്കിൽ പോയി പെൻഷൻ എടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അവരുടെ വീടുകളിൽ എത്തിച്ച് പെൻഷൻ നൽകാൻ വേണ്ടി സഹകരണ മേഖലയിലെ കമ്മീഷൻ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എടുത്ത തീരുമാനം, ആ തീരുമാനത്തെ അട്ടിമറിക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം പല തീരുമാനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യം ഈ കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്ന പല നല്ല തീരുമാനങ്ങളും അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതിന് പ്രകടമായ ഉദാഹരണമാണ് ഇന്നലെ എടുത്ത ഈ തീരുമാനം. KCEC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ പവിത്രൻ അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് E ബാലകൃഷ്ണൻ, HMS ജില്ലാ സെക്രട്ടറി VV വിജയൻ, P രാജീവൻ, K ശ്രീധരൻ, P രാജൻ പണിക്കർ, CV ശശിധരൻ, KV സുനിത, AK സുജ, MK അനീഷ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരിവെള്ളൂരിലെ ആദ്യകാല ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ് പ്രഭാകരൻ കല്ലത്ത്. 76 വയസ്സിലെത്തി നിൽക്കുന്ന ഇദ്ദേഹം ഈ രംഗത്തെത്തിയത് തന്റെ 20ാമത്തെ വയസ്സിലാണ്. കരിവെള്ളൂരിലെ ആദ്യകാല ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ് പ്രഭാകരൻ കല്ലത്ത്. 76 വയസ്സിലെത്തി നിൽക്കുന്ന ഇദ്ദേഹം ഈ രംഗത്തെത്തിയത് തന്റെ 20ാമത്തെ വയസ്സിലാണ്. അക്കാലത്ത് ഇന്നത്തെ പോലെ ക്യാമറയിൽ നിന്ന് വളരെ പെട്ടെന്ന് ചിത്രങ്ങൾ ലഭിക്കുമായിരുന്നില്ല. ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ഏറെ സമയമെടുത്തിരുന്നതായി ഇദ്ദേഹം പറയുന്നു. കുറേ ഫോട്ടോ എടുത്തു. അന്നേരം കരുളൂരിൽ ഞാനെന്തു ഫോട്ടോഗ്രാഫറെ മറ്റാരുമില്ല, ആരും തന്നെ ഇഷ്ടം വന്നതാണ്. ഞങ്ങൾ ഒരു സ്റ്റുഡിയോയിൽ ഉണ്ടായത്. ഞാൻ പോയതിന് ശേഷമാണ് തരങ്ങൾ വരുന്നത്. നെഗറ്റീവ് കുറേ നെഗറ്റീവ് കുറേ കാലം ഞാൻ സൂക്ഷിച്ചിരുന്നു. പിന്നെ അതിൽ പോയി. ഒരു കൗതുകം കൊണ്ടാണ് ഫോട്ടോഗ്രാഫി മേഖലയിൽ എത്തിച്ചേർന്നത്. പിന്നീട് അതൊരു ജീവിതമാർഗമാവുകയായിരുന്നു അദ്ദേഹത്തിന്. അക്കാലത്തെ ഫോട്ടോഗ്രാഫി ഏറെ മാനസിക സമ്മർദ്ദമുള്ളതായിരുന്നുവെന്നും ഇദ്ദേഹം ഓർത്തെടുക്കുന്നു. ഈ ജീവിത സായാഹ്നത്തിൽ കാലത്തെ അടയാളപ്പെടുത്തുന്ന ഫോട്ടോഗ്രാഫി എന്ന മേഖലയിൽ എത്തിപ്പെട്ടത് ഒരു സുഹൃതമായി കരുതുകയാണ് ഇദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന ഖാദി ഓണമേളയുടെ ജില്ലാതല പ്രതിവാര നറുക്കെടുപ്പ് പയ്യന്നൂർ ഗ്രാമോദയ ഖാദി ഷോറൂമിൽ നടന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വിലക്കിഴിവും നിരവധി ആകർഷകമായ സമ്മാനങ്ങളുമായി കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന ഖാദി ഓണം മേളയുടെ ജില്ലാതല പ്രതിവാര നറുക്കെടുപ്പ് പയ്യന്നൂർ ഗ്രാമോദയ ഖാദി ഷോറൂമിൽ നടന്നു. നമ്മളുടെ സ്ഥിരമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സംവിധാനത്തിന് അല്ലെങ്കിൽ വിപണനത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ, പക്ഷെ അതിനെയെല്ലാം മറികടക്കുന്ന നിലയിൽ വലിയ പരിശ്രമം ഈ മേഖലയിലുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരും നടത്തിക്കൊണ്ട് ആണ് ഇത് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M പ്രദീപൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. തളിപ്പറമ്പ് ഷോറൂമിൽ നിന്നും നൽകിയ 429620 നമ്പർ ടിക്കറ്റിലൂടെ നിതിൻ എന്നയാളാണ് സമ്മാനാർഹനായത്. പ്രസിഡന്റ് E.A. ബാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി A. വിനയ, നഗരസഭാ കൗൺസിലർ ദിവ്യ കരിപ്പത്ത്, ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ പ്രൊജക്ട് ഓഫീസർ K. ജിഷ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓഗസ്റ്റ് 25 വരെ നടക്കുന്ന ഖാദി ഓണം മേളയിൽ 1ാം സമ്മാനമായി ടാറ്റ ടിയാഗോ കാർ, 2ാം സമ്മാനമായി സുസുക്കി സ്കൂട്ടർ, 3ാം സമ്മാനമായി 30ഓളം പേർക്ക് ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയാണ് സമ്മാനമായി നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ പഠന ക്ലാസ് AKG ഭവനിൽ നടന്നു. മനുവാദവും സ്ത്രീകളും എന്ന വിഷയത്തിൽ നടന്ന ക്ലാസിന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV സരള നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ പഠന ക്ലാസ് AKG ഭവനിൽ നടന്നു. മനുവാദവും സ്ത്രീകളും എന്ന വിഷയത്തിൽ നടന്ന ക്ലാസിന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV സരള നേതൃത്വം നൽകി. 1950 ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ ദീനദയാൽ ഉപാധ്യായ, അതുപോലെ തന്നെ ഗോൾവാൾക്കർ, ഇവരെല്ലാം പറഞ്ഞിട്ടുള്ളത് അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനയെ അവര് പരസ്യമായി തന്നെ തള്ളിപ്പറയുന്ന സ്ഥിതിയുണ്ടായി. ആ നിലപാട് തന്നെയാണ് ഇന്ന്
രാജ്യത്ത് RSSും സ്വീകരിക്കുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സംഘടന എന്ന വിഷയത്തിൽ നടന്ന ക്ലാസ്സിന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KK രത്നകുമാരി നേതൃത്വം നൽകി. KV പ്രീത അധ്യക്ഷത വഹിച്ചു. VK നിഷ, KV ലളിത, P ശ്യാമള, K ശ്യാമള, PP ലീല, PV നാരായണി, PV സുജ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഒരു നാടിന്റെ ചരിത്രവും ഓർമ്മകളും പുസ്തകത്താളുകളിൽ അടയാളപ്പെടുത്തുകയാണ് ബഷീർ ഇരിണാവ്. ഇരിണാവ് ഓർമ്മകളുടെ വിലാസം എന്ന പുസ്തകത്തിലൂടെയാണ് ഇരിണാവിന്റെ മണ്ണും മനുഷ്യരും ജീവിതവും ചരിത്രവും ബഷീർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഇരിണാവ് നാട്ടുകാർക്കിടയിൽ ഇരണം എന്ന പേരിലും അറിയപ്പെടുന്നു. പിന്നീട് ഇരണം ഇരിണാവായി മാറിയതായാണ് കരുതപ്പെടുന്നത്. ഇരിണാവുമായി ബന്ധപ്പെട്ട ചരിത്രവും സംസ്കാരവും പ്രമുഖ വ്യക്തികളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഒരു നാടിന്റെ വിവിധ കാലഘട്ടങ്ങളിലൂടെയുള്ള ഓർമ്മകളാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. നമ്മുടെ ശബ്ദം വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളുടെ സംഗമത്തിന്റെ ഭാഗമായി പുസ്തകം പരിചയപ്പെടുത്തലും നടന്നു. നമ്മുടെ ശബ്ദം വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ കൂടിയായ PP അബ്ദുൽ ബഷീർ പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണം നൽകി. നമ്മുടെ ശബ്ദം എന്ന ഈ കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയ 150-150ഓളം പേരുടെ ഫോട്ടോകൾ ഞാൻ ശേഖരിച്ചിരുന്നു. അതെങ്ങനെ സോഷ്യൽ മീഡിയയിൽ എത്തിക്കണമെന്ന ചിന്തയിൽ നിന്നാണ് ഈ കൂട്ടായ്മ തന്നെ രൂപം കൊള്ളുന്നത്. അങ്ങനെ അതിൽ തെരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാരെ കുറിച്ച് അത് ഇരിണാവിലെ ആയുർവേദ ചരിത്രത്തിന്റെ പാരമ്പര്യം അടയാളപ്പെടുത്തിയ 6ഓളം വൈദ്യന്മാർ ഉൾപ്പെടുന്ന ഇരിണാവിലെ നവോത്ഥാന നായകന്മാരും മദ്രസ സ്കൂൾ രംഗത്ത് ഇതിനെ തുടക്കം കുറിച്ച നായകന്മാരെയും അതോടൊപ്പം നമ്മൾ ആരുമല്ല എന്ന് എഴുതി തള്ളിയ ഒരു ജനവിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇരിണാവ് ഓർമ്മകളുടെ വിലാസം എന്ന ഈ പുസ്തകം ഞാൻ രചിച്ചിട്ടുള്ളത്. P ശ്യാമള, P സതി, KP ഹനീഫ, PP അബൂബക്കർ, മുത്തലിബ് PP, ലതാ വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു നാടിന്റെ ചരിത്രവും ഓർമ്മകളും വരും തലമുറയ്ക്ക് കൈമാറുന്ന രേഖയായി ഇരിണാവ് ഓർമ്മകളുടെ വിലാസം മാറുകയാണ്. കണ്ണപുരം നന്ദു ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ബാലസംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനം കോറോം ദേവി സഹായം AUP സ്കൂളിൽ വെച്ച് നടന്നു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോറോം ദേവി സഹായം AUP സ്കൂളിൽ നടന്ന ബാലസംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനം ബാലസംഘം മുൻ ജില്ലാ സെക്രട്ടറിയും DYFI കേന്ദ്ര കമ്മിറ്റി അംഗവുമായ M ഷാജർ ഉദ്ഘാടനം ചെയ്തു. ജെൻസി കാലഘട്ടത്തിന്റെ പ്രസക്തിയെയും ആവശ്യകതയെയും പറ്റി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് M ഷാജർ സംസാരിച്ചു. ബാലസംഘം പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് തീർത്ഥ T പതാക ഉയർത്തി. സംഘാടക സമിതി ചെയർമാൻ M അമ്പു സ്വാഗതം പറഞ്ഞു. M ഷാജർ സംസാരിച്ചു. ബാലസംഘം കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദേവിക S ദേവ്, ജില്ലാ കൺവീനർ സുമേശൻ മാസ്റ്റർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വർഷ, AV രഞ്ജിത്ത്, ഏരിയ സെക്രട്ടറി റിദിൻ, കൺവീനർ സുനിൽകുമാർ, ചന്ദ്രൻ, രജിത P തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പരങ്ങേൻ കുഞ്ഞിക്കണ്ണൻ 24ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റും സഹകാരിയുമായിരുന്ന പരങ്ങേൻ കുഞ്ഞിക്കണ്ണന്റെ 24ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് DK ഗോപിനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PV സുരേന്ദ്രൻ, KM തമ്പാൻ, KT ഹരീഷ്, KM കോമളവല്ലി, PP ശേഖരൻ, KV രമ്യ, C സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ആയുർവേദ ചികിത്സയ്ക്ക് പ്രാധാന്യമേറുന്ന കർക്കിടക മാസത്തിൽ തൃക്കരിപ്പൂർ തെക്കുംപാട് യുവജന ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കൊയോങ്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തെക്കുംപാട് ഗ്രന്ഥാലയ ഹാളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാക്കൂ എന്ന ആപ്തവാക്യവുമായി കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സ നാട്ടിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തെക്കുംപാട് യുവജന ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രന്ഥാലയ ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള നിർവഹിച്ചു. അതേപോലെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ ഗ്രന്ഥാലയത്തിനോട്. എന്താ വെച്ചാൽ നമുക്കിപ്പം നമ്മളെ മക്കൾക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയമില്ല, ജോലിക്ക് പോകണം. അവർ രാവിലെ പോയി വൈകുന്നേരം മാത്രമേ വീട്ടിലെത്തുന്നുള്ളൂ, അല്ലേ? എല്ലാ മക്കളും അങ്ങനെയാണെന്നല്ല, എന്നാലും ഇന്നിപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റു രീതിയിലും കാണുമ്പോൾ
നമുക്കറിയാൻ സാധിക്കും. കാരണം നമ്മളെ മക്കൾക്ക് സമയമില്ലാത്തൊരു സമയമാണ്. ഗ്രന്ഥാലയം പ്രസിഡന്റ് വി കെ രതീശൻ അധ്യക്ഷത വഹിച്ചു. ആയുർവേദവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ എ കെ നിത്യ ക്യാമ്പിൽ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ പ്രസന്ന, പഞ്ചായത്ത് അംഗം എം വി അനിത, ഗ്രന്ഥാലയം സെക്രട്ടറി വി സത്യചന്ദ്രൻ, ഡോക്ടർ ഹിമ മോഹൻദാസ്, പി സി രാധാകൃഷ്ണൻ, കെ വി വിനോദ്, ടി വി ലളിത എന്നിവർ പ്രസംഗിച്ചു. ഉച്ചവരെ നീണ്ട ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ വയോധികരും യുവജനങ്ങളും ഉൾപ്പെടെ 100-ൽ പരം പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ പെരുന്തട്ട സ്വദേശിയായ ഡോക്ടർ ചേടമ്പത്ത് രവീന്ദ്രന്റെ രണ്ടാമത്തെ സാഹിത്യ രചനയായ കോത്തായിമുക്ക് എന്ന ചെറുകഥാ സമാഹാരം സംസ്കാര സാഹിതി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകാശനം ചെയ്തു. വി കുഞ്ഞികൃഷ്ണൻ MLA പുസ്തക പ്രകാശനം നിർവഹിച്ചു. പയ്യന്നൂർ പെരുന്തട്ട സ്വദേശിയായ ഡോക്ടർ ചേടമ്പത്ത് രവീന്ദ്രന്റെ രണ്ടാമത്തെ സാഹിത്യ രചനയായ കോത്തായിമുക്ക് എന്ന ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വി കുഞ്ഞികൃഷ്ണൻ MLA പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഈ കോത്തായി എന്ന് പറയുന്നത് ഒരു കുറ്റപ്പേരായി വിളിക്കുന്നതാണ്. അയാളൊരു കള്ളനായിരുന്നു. അങ്ങനെയാണ് കള്ളക്കോത്തായി എന്ന അദ്ദേഹത്തിന് പേര് വരുന്നത്. കോത്തായി എന്നാരെങ്കിലും വിളിക്കുന്നത് കേട്ടാൽ പഴയ കാലത്ത് ആ കുടുംബത്തിലുള്ളവര് വലിയ നിലയിൽ ശകാരിക്കുമായിരുന്നു, ചീത്ത വിളിക്കുമായിരുന്നു. ബസ്സുകാര് പിന്നീട് സ്ഥലനാമം കോത്തായിമുക്ക് എന്ന് പറയുമ്പോഴും പ്രശസ്ത നാടകകൃത്ത് ചന്ദ്രശേഖരൻ തിക്കോടി പുസ്തകം ഏറ്റുവാങ്ങി. സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാൻ എം പ്രദീപ് കുമാർ പുസ്തക പരിചയം നടത്തി. ചടങ്ങിൽ പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷത വഹിച്ചു. കെ വിജയൻ മാസ്റ്റർ, കെ ജയരാജ്, കെ ടി സഹദുള്ള, അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ, കെ വി ബാബു, ബി സജിത് ലാൽ, സി രവീന്ദ്രനാഥ്, ജനാർദ്ദനൻ കുറുവാട്ടിൽ, എം വി കുഞ്ഞിരാമൻ, വി രമേശൻ, ചേടമ്പത്ത് രവീന്ദ്രൻ, ഇക്ബാൽ മംഗലശ്ശേരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.